കാലത്ത് ചെയ്യാൻ ഈ എ സി എവിടെയാണ് ഇരിക്കുന്ന ഈ പുതിയ എ സി? ഹലോ ഗായ്സ്, അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെ കുഞ്ചും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കഴിക്കാൻ പോവുകയാണ്. ഹായ് ഗായ്സ്, നമുക്കിന്ന് കഴിക്കാൻ ദോശ പ്ലസ് ചിക്കൻ കറി. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നും നോക്കില്ല ഗൈസ്, നല്ല രീതിക്ക് ദോശയും ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യലാണ് ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ കുറെ നാൾ കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം. ഇന്ന് നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ വീട്ടിന്റെ മുകളിലത്തെ നിലയിലേക്ക് വെക്കാൻ വേണ്ടി ഒരു എ സി വാങ്ങാൻ പോവുകയാണ്. ശരിക്കും നമുക്ക് രണ്ടുപേർക്കും കുറെ നാളത്തെ ആഗ്രഹമാണ് നമ്മൾ കിടക്കണ റൂമിൽ നല്ലൊരു എ സി വെക്കണമെന്ന്. അത് ലോയിഡിന്റെ എ സി തന്നെയായിരുന്നു നമുക്ക് ഇഷ്ടം. കാരണം നമ്മളെ കലക് ജംഗ്ഷനിൽ വെച്ചിട്ടുള്ള എ സി ലോയിഡിന്റെ എ സി ആണ്. ലോയിഡിന്റെ എ സി ആകുമ്പോൾ നല്ല രീതിക്ക് കൂളിംഗ് കിട്ടുമേ. കാരണം കലക് ജംഗ്ഷനിൽ വെച്ച് നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള എ സി ആണ്. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വീട്ടിലത്തേക്കും ലോയിഡ് എ സി വാങ്ങിക്കാനാണ് പ്ലാൻ. ഇതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു എ സി നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ കഥയാണ് ഗൈസ്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ പുതിയ വീട്ടിൽ ഒരു പയ്യൻ നമ്മുടെ പഴയ എ സി ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ്റെ പുതിയ എ സി ഉണ്ട്, റേറ്റ് കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളേന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളതിൽ പഴയതായിട്ട് ഇരുന്നത് IFBയുടെ എ സി ആയിരുന്നു. ആ എ സിക്ക് അവൻ 16,000 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയത് നമ്മൾ പറഞ്ഞത് 1.5 ടൺ എ സിക്കാണ്. 1.5 ടൺ എ സിക്ക് 42,000 രൂപയാണ്. അവൻ നമുക്കായതുകൊണ്ട് 37,500 തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ പഴയ എ സിക്ക് അവൻ 16,000 രൂപ ഇട്ടു, പുതിയതിന് 37,500 ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ബാക്കി 22,500 ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പേയ്മെന്റ് എല്ലാം ചെയ്ത് 8 ദിവസമായിട്ടും എനിക്ക് എ സി കിട്ടിയിട്ടില്ലായിരുന്നേ. പഴയ എ സി അവൻ കൊണ്ടുപോയി, പക്ഷെ പുതിയ എ സി അവൻ തന്നിട്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ അന്ന് തന്നെ ഫുൾ പേയ്മെന്റും കൊടുത്തായിരുന്നു. പിന്നെ 8 ദിവസമായി കിട്ടാത്തതുകൊണ്ട് ഞാൻ അവനെ നേരിട്ട് കണ്ട് എ സി നാളെ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നേ. എന്നിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും എ സി കിട്ടിയിട്ടില്ലായിരുന്നേ. പിന്നെ ഒന്ന് നോക്കിയില്ല, അവന്റെ വീട് കണ്ടുപിടിച്ച് അവന്റെ വീട്ടിൽ പോയി എ സിയുടെ മുഴുവൻ പൈസയും തിരിച്ച് റീഫണ്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ പയ്യന്റെ പേരോ അല്ലെങ്കിൽ പയ്യന്റെ കമ്പനിയുടെ പേരോ ഒന്നും ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കാരണം അവൻ ആ മുഴുവൻ പൈസ എനിക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീഫണ്ട് കിട്ടിയ എന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെല്ലാവരും കൂടെ എ സി വാങ്ങിക്കാൻ വേണ്ടി വെഞ്ഞാറമൂടുള്ള മൈജിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ലോയിഡിന്റെ എ സി തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.